വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് മുട്ട മപ്പാസ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു പാൻ എടുക്കാം, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പിന്നെ നൂലപ്പത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ആക്കാൻ പാടില്ല, പേസ്റ്റ് ആക്കിയാൽ വേറെ ടേസ്റ്റ് വരും കേട്ടോ. കട്ട് ചെയ്ത് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു സവോല ഇട്ട് കൊടുക്കുക. വലുതെങ്കിൽ 1 എണ്ണം എടുക്കുക കേട്ടോ, ചെറുതെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 8 പച്ചമുളക് കേട്ടോ. ഞാൻ എടുത്ത പച്ചമുളക് എരിവില്ലാതെ കാരണം കൊണ്ടാണ് 8 എണ്ണം എടുത്തിട്ടുള്ളത്. എരിവുണ്ടെങ്കിലും 4 എണ്ണം എടുത്താൽ മതി. ഇനി ഇത് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് സോട്ടായിട്ട് വരണം. മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുക. അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇതൊന്നും ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ പാടില്ല കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ. ഈ സമയം കൊണ്ട് നമുക്ക് നാളികേരപ്പാൽ എടുത്ത് വെക്കണം കേട്ടോ. നാളികേരപ്പാൽ വേണം. 1ാമത്തെ പാല് 2ാമത്തെ പാല് മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കറി. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. സോറി, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. നമുക്ക് ആ ലിഡ് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. എഗ്ഗ് നമുക്ക് ആദ്യം തന്നെ ബോയിൽ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. രാവിലെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയും കറിയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഡിന്നറിന് വേണ്ടിയിട്ടായാലും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ 1ാമത്തെ നാളികേരപ്പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ മിസ്സായി പോയി കേട്ടോ. അതിന് സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് നാളികേരപ്പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പാലിലാണ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ട, നമ്മൾ ബോയിൽ ചെയ്തിട്ട് മാറ്റി വെച്ച മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേവ് കുറവുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത് പൊട്ടാറ്റോ ഇല്ല, അത് ഈ മുട്ടയിലേക്ക് ആ ഗ്രേവിയും പിടിക്കുമ്പോഴേക്കും നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി.
നമുക്ക് ആ പാലുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊട്ടറ്റോ കുക്കായിട്ടുണ്ടെന്ന് നോക്കുക. ഉപ്പും എരിവും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കാം കേട്ടോ. ഈ കറി നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുക. അങ്ങനെ ആകുമ്പോൾ മാത്രം നമ്മൾ കറി കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര തിക്കാവില്ല. ഇനി ലാസ്റ്റിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആദ്യം ചേർത്ത് കൊടുക്കാൻ പാടില്ല, ഫ്ലെയിം ഓഫ് ആക്കാൻ ഒരു 10 മിനിറ്റ് മുമ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് നെയ്യിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്രയുള്ള കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.